കുടുംബശ്രീയുടെ പൈസയാണ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നാൽ 2000-ന് പകരം ഞാൻ അത് അടുത്ത ആഴ്ച 2000 എന്നുള്ളത് അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് അങ്ങ് തരാം. എനിക്ക് പലിശയും വേണ്ട, ഞാനിട്ട് പൈസ തരാനും പോണില്ല. നിങ്ങൾ പോവാൻ നോക്കിക്കേ ക്ലീറ്റോ. 2000 രൂപയല്ലേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടോ 2000 രൂപ? ഇല്ലല്ലോ, ആകെ 100 രൂപയല്ലേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. വേണ്ട, നാട്ടുകാർ പറഞ്ഞു തുടങ്ങി ഇവൻ എന്ത് മനുഷ്യനെ വന്ന് തരൂല്ല എന്ന് പറഞ്ഞാൽ തരൂല്ല ക്ലീറ്റോ. എൻ്റെ പൈസ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ പൈസ കേന്ദ്രത്തിലാ. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഗ്രഹനാഥനോടാണ് ഈ സംസാരിക്കണത്. നിസ്സാരം ഒരു 2000 രൂപ ആവശ്യപ്പെടുമ്പോൾ അത് സൗമ്യമായിട്ട് പറയാമല്ലോ. ഉണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ തന്നാൽ അത് പ്രശ്നം. ശരി, സൗമ്യമായിട്ട് ഞാൻ പറയാം. ക്ലീറ്റോ, ഇതിനു മുൻപ് പല പ്രാവശ്യം പല പൈസകളും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിനി നിങ്ങൾക്ക് പൈസ തരൂല്ല. ഇത്രയും സൗമ്യത മതിയോ? മതിയോ? കുഴപ്പമില്ല. ആ, കുഴപ്പമില്ല. പോ. പൈസ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും വരും. ക്ലീറ്റോന്റെ കയ്യിൽ വരൂല്ല. പൈസ വരണമെങ്കിൽ പണിക്ക് പോകണം, അല്ലാതെ പൈസ വരുത്തുന്ന വിദ്യാ ലോകത്ത് ഒരിടത്തും കണ്ടുപിടിച്ചില്ല. ഇനി സംസാരം ഇനി കാട് കയറി സംസാരിക്കണ്ട. വേണ്ട, ചോദിച്ചു പോയി, എന്റെ തെറ്റ്. ഇനി ചോദിക്കരുത്. പോയി വെളിയിൽ പോയി ഒരാളിനടുത്ത് ചോദിക്കണമെന്നും വീട്ടിനകത്തുനിന്ന് ചോദിച്ചോ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ അത് ഇവിടെ അങ്ങ് തീരും. ഇനി വെളിയിൽ പോയി ഒരാളെടുത്ത് ചോദിച്ചത് ഇവിടെ തീരൂല. വെളിയിലാകുമ്പോഴത്തേന് ആൾക്കാരെ പേടിച്ചിട്ട് നിങ്ങൾ എവിടെന്നെങ്കിലും മേടിച്ചു കൊടുക്കും. എനിക്ക് തരൂല. ഇനി സംസാരം വേണ്ട. നിന്റെ ഇല്ലല്ലോ. എന്റെ കയ്യിലുണ്ട്. എന്റെ പൈസ എന്റെ കയ്യിലില്ലാന്നേ ഉള്ളൂ. കേന്ദ്രത്തിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഓ, അത് ശരി. നിങ്ങൾ പോണില്ലെങ്കിൽ പോകണ്ട. ഞാനേ റൊണാൾഡ് പാല് മേടിക്കാൻ പോയിട്ട് അവനെവിടെയും നോക്കട്ടെ. ലില്ലി, എന്തോ റൊണാൾഡ് എങ്ങനെ വന്നാടി അവിടുന്ന്? ഇല്ല. എപ്പൊ പാല് മേടിക്കാൻ പോയതാന്നറിയോ? ഇതുവരെ കാണാനില്ലാന്നേ. ആരോടെങ്കിലും സംസാരിച്ച് നിൽപ്പുണ്ടാവും. ഇനിയിപ്പോ ഇവൻ വന്നിട്ട് എപ്പൊ പാല് കാച്ചി ചായ കുടിക്കാൻ വേണ്ടിട്ട് ആ കൊച്ചു എഴുന്നേക്കും. ഇപ്പൊ ചേച്ചിക്ക് നേരത്തെ പറഞ്ഞുവിടാൻ വയ്യായിരുന്ന? എപ്പ വിട്ടതാന്നോർത്താ രാവിലെ പോയതാ സാധനം. അതെല്ലാ വേരലും ഉടക്കി നിൽക്കുമല്ലോ. അമ്പലത്തിലെ കൊട്ട് കേട്ടോ ചേച്ചി. പോണ്ടേ നമുക്ക്? വൈകുന്നേരം ഒന്ന് പോവായിരുന്നല്ലേ? ഇതെവിടെ പോണ രാവിലെ? രാവിലെ 1-2 ചെറിയ അത്യാവശ്യം. അതേടി, നീ എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യുമോ? എന്നെ കൊണ്ട് പറ്റണമെങ്കിൽ ഞാൻ ചെയ്യാം. നിനക്ക് പറ്റണ കാര്യം തന്നെ, ചെറിയൊരു കാര്യം. ഒന്നുമില്ല, എനിക്ക് ഒരു 2000 രൂപ ഒരു ചെറിയൊരു അത്യാവശ്യം. നീ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ ഒരാളിന് കൊടുക്കാനുള്ളത്. 2000 രൂപ എൻ്റെ അല്ലേ ഇവിടുന്ന് വീട്ടുവെച്ചോട്ടെ? ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ഒന്ന് പോ ഇവിടുന്ന്. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളതോ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനുള്ളതൊക്കെ അവൻ തന്നതിലുണ്ടെങ്കിൽ എടുത്തതാ. ഇല്ലെന്നോ? ഞാൻ ഒരാളെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അപ്പുക്കുട്ട സാറിനാണ്. സാറിനെ സംബന്ധിച്ച് 2000 രൂപ സാറിനൊരു പ്രശ്നമല്ല, പക്ഷെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങേർക്കാണെങ്കിൽ പിന്നെ കൊടുത്താൽ മതി. ഇതൊന്ന് പോടി അവിടുന്ന്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ അത് ചേച്ചിയുടെ പൈസയാ. എവളേത് പൈസ? ചുറ്റി പൈസ കൊടുക്കട്ടെ. ഓ, അത് ശരി. അപ്പം നീയാണ് ഇവളെ കേന്ദ്രം അല്ലേ? ഞാൻ വിചാരിച്ചു കുടുംബശ്രീയിലെ വേറെ ഏതോ പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതെ, നീ ഒരു 2000 രൂപ അവളോട് ഇങ്ങനെ തരാൻ പറ, നമുക്ക് എടുക്കാം. ഇത്രയും നേരം ഞാൻ മലയാളത്തിലല്ലേ നിങ്ങളോട് അവിടെ ഒന്ന് പറഞ്ഞത്? നിങ്ങൾ ഇനി തല കുത്തി മറിഞ്ഞാലും ഞാൻ പൈസ തരൂലെന്ന്. ലില്ലിയുടെ നിന്നോട് ആരും പറഞ്ഞ എൻ്റെ പൈസ കയ്യിലുണ്ടെന്ന് പറയാൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ വെച്ചാൽ പോരെ? നീ ഒരുപാടങ്ങ് വലിയ ആളാവല്ലേ. ഞാൻ ഇത്രയും നേരം താണ് വീണ് അപേക്ഷിച്ചിട്ട് നിന്റെ മനസ്സലിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, നിനക്ക് അഹങ്കാരമാണ്. ഇത്തിരി പൈസ കൈ വന്ന എന്റെ അഹങ്കാരം. ഒരു ചിട്ടിയും പാട്ടവും കെട്ടി കുറച്ച് പൈസ കൈ വരുമ്പോ നീയൊക്കെ ഭർത്താക്കന്മാരെക്കാളും മേളിലാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അതത്ര നല്ലതൊന്നുമല്ല. കൊടുക്കാനുള്ള സംസാരമൊന്നും വേണ്ട. ഈ പൈസ എന്ന് പറയുന്നത് എന്നും എല്ലാവരും കയ്യിൽ ഇരിക്കൂല. വരും കറങ്ങി തിരിഞ്ഞ്. പിന്നെ ഞാൻ വെളിയിറങ്ങി ചോദിച്ചാൽ 2000 രൂപ കിട്ടാൻ എനിക്ക് വലിയ പാടൊന്നും അല്ല. നന്നായി വന്നത്. ചുമ്മാ കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. എന്താ വന്നേ? ബേബി ചേച്ചി വിളിച്ചായിരുന്നു. മറ്റേ ലിങ്കേജ് ലോൺ ശരിയായിരുന്നേ. ഭർത്താക്കന്മാരെയും കൊണ്ട് ഒപ്പിടാൻ ചെല്ലാൻ പറഞ്ഞു.